നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് മടിക്കയിൽ KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. പുല്ലൂർ മധുരമ്പാടി സ്വദേശി ഭരതനാണ് മരിച്ചത്. മടിക്കൈ കണിച്ചിറയിലാണ് അപകടം നടന്നത്. കാസർഗോഡ് കുമ്പള മൊഗ്രാലിൽ യുവാവിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളിയായ അബ്ദുൽ ഗഫൂർ ആണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. ദുരന്തഭീതിയിൽ കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും ചെറുവത്തൂരിന്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുകയാണ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. കാസർഗോഡ് റാണിപുരത്ത് കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. 2 കാറുകളിലെത്തിയ കർണാടക സ്വദേശികളായ യുവാക്കളാണ് സാഹസിക യാത്ര നടത്തിയത്. കാറിന്റെ ഡോറിലിരുന്നായിരുന്നു യുവാക്കളുടെ യാത്ര. ജൂലൈ 10 അവകാശ ദിനം അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കരിദിനമായി ആചരിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാളികളായി മാറാൻ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകണമെന്ന് സന്ദീപ് വാര്യർ MLA ആഹ്വാനം ചെയ്തു. മടിക്കൈ കീക്കാംകോട്ട് ന്യൂനിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി സൂര്യകാലടി ഗണപതി ഹോമം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മടിക്കയിൽ KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. പുല്ലൂർ മധുരമ്പാടി സ്വദേശി ഭരതനാണ് മരിച്ചത്. മടിക്കൈ കണിച്ചിറയിലാണ് അപകടം. തകരാറ് പരിഹരിക്കാൻ പോസ്റ്റിൽ കയറുമ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. അരയിൽ കയറ് ബന്ധിച്ചതിനാൽ ഷോക്കേൽക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങി. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം താഴെ എത്തിച്ചത്. KSEB മാവുങ്കാൽ സെക്ഷനിലെ ജീവനക്കാരനാണ്. മടിക്കയിൽ KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. പുല്ലൂർ മധുരമ്പാടി സ്വദേശി VV ഭരതനാണ് മരിച്ചത്. മടിക്കൈ കണിച്ചിറ പാലത്തിനടുത്താണ് അപകടം നടന്നത്. തകരാർ പരിഹരിക്കാൻ പോസ്റ്റിൽ കയറുമ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. അരയിൽ കയർ ബന്ധിച്ചതിനാൽ ഷോക്കേൽക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങി. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം താഴെ എത്തിച്ചത്. KSEB മാവുങ്കാൽ സെക്ഷനിലെ ജീവനക്കാരനാണ് ഭരതൻ. വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കുമ്പള മൊഗ്രാലിൽ യുവാവിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളിയായ അബ്ദുൽ ഗഫൂർ ആണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. യുവതിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാലിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടക ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ അബ്ദുൾ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 5:30 മണിയോടെ മൊഗ്രാൽ റെയിൽവേ അടിപ്പാതയിലാണ് സംഭവം. തേപ്പുമേസ്തിരിയായ അബ്ദുൾ ഗഫൂർ പതിവ് പോലെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി ദേശീയപാതയിലേക്ക് നടന്നു പോവുകയായിരുന്നു. റെയിൽവേ അടിപ്പാതയ്ക്ക് അടിയിൽ എത്തിയപ്പോൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ പതിയിരുന്ന 4 അംഗ സംഘം ചാടി വീണ് തടഞ്ഞു നിർത്തി. ഇതിനിടയിൽ ഒരാൾ അബ്ദുൾ ഗഫൂറിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയും മറ്റൊരാൾ തീ കൊളുത്തുകയുമായിരുന്നു. തീ ആളിപ്പടർന്നതോടെ അബ്ദുൾ ഗഫൂറിനെ ഉപേക്ഷിച്ച് അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. യുവാവിന്റെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികൾ തീയണച്ച ശേഷം ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. അബ്ദുൾ ഗഫൂർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൾക്ക് 3000 രൂപ തരാനുണ്ടായ തമിഴ് കാട്ടി ഓരോ പൈസ എഞ്ചിനീയറോട് കിട്ടിട്ടോ കിട്ടാതെ കൊണ്ട് ഞങ്ങൾ പയ്യെ തരാജില്ലോ നയിച്ചിക്കും തരാജില്ലോ. അപ്പൊ ആ പെണ്ണുങ്ങൾ എപ്പോ തരുന്നു ചൊല്ലിട്ട് ബാങ്ക് നമ്പറിൽ പോലീസിനെ വിളിച്ച. അപ്പൊ പോലീസ് പറഞ്ഞു 3000 രൂപ തരുന്നത് ഇത്ര ബാലൻസ് ഇത്ര ബാക്കി വെച്ചിനല്ലേ ഇത്ര ദിവസം പെൻഡിങ്ങിലെ അതിന്റെ 15000 രൂപ നിങ്ങൾ ബൈയിട്ട് ജാസ്തി കൊടുക്കാൻ വരുമോ ശരി. അപ്പൊ ഞങ്ങൾ എന്തില്ലാത്ത ഒരാള് ആള് ഞങ്ങ അമ്മ ജീവിക്കുന്നത് പണിയെടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്നു. അപ്പൊ ഓര് പറഞ്ഞു നിങ്ങൾ ഓരോ കാര്യം ചെയ്യുക ഒരാഴ്ചയില് റിട്ടേണ് പൈസ എപ്പോ തരൂ ശരി. അപ്പൊ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച തരാ പറഞ്ഞു. അപ്പൊ ഓര് അപ്പൊ അടുത്ത ശനിയാഴ്ച പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞു ശരി. അപ്പൊ പെണ്ണുങ്ങൾ വിളിച്ച് ശരിട്ട് അമ്മ അതിന് പാപത്തിൽ പെണ്ണ് അങ്ങനെ ഇങ്ങനെ ശരിക്കും കൊറേ പറഞ്ഞോള് പറഞ്ഞിട്ട് അമ്മ നിങ്ങൾ പൈസ തരാം ഞങ്ങൾ തിന്നുന്നില്ല ശരിക്കും ഞങ്ങൾ വെച്ച
ശരവണൻ, ലിംഗ, മേരി, കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് അക്രമം നടത്തിയതെന്ന് അബ്ദുൾ ഗഫൂർ പറഞ്ഞു. തേപ്പ് മേസ്ത്രിയായ അബ്ദുൾ ഗഫൂർ സീതാങ്കുളിയിലെ ഒരു കെട്ടിടത്തിന്റെ തേപ്പു ജോലി ചെയ്ത വകയിൽ അക്രമി സംഘത്തിന് 3000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ജോലി ഏൽപ്പിച്ച എഞ്ചിനീയർ 18,000 രൂപ നൽകാനുണ്ട്. ഇത് കിട്ടിയാൽ കൊടുക്കാമെന്ന് തൊഴിലാളികളെ അറിയിച്ചിരുന്നതായും അബ്ദുൾ ഗഫൂർ പറഞ്ഞു. പോലീസുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അക്രമത്തിന് ഇരയായ അബ്ദുൾ ഗഫൂർ കൂട്ടിച്ചേർത്തു. അക്രമി സംഘത്തിനായി കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു. തളങ്കര മാലിക് ദിനാർ പള്ളിക്ക് സമീപത്തെ കോട്ടേഴ്സിലാണ് മേരിയും മറ്റുള്ളവരും താമസം. പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുരന്തഭീതിയിൽ കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും ചെറുവത്തൂരിന്റെ നെഞ്ചിടിപ്പും വർദ്ധിക്കുകയാണ്. ആറുവരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഏറെ അപകട സാധ്യതയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്തയെത്തുമ്പോഴും ചെറുവത്തൂരിന്റെ ഉള്ള പിടയുകയാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ചെറുവത്തൂർ വീരമലയ്ക്ക് സമീപത്തുകൂടി യാത്ര ചെയ്യുന്നവരെയും നാട്ടുകാരെയും ഏറെ ഭയപ്പെടുത്തുന്നു. വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ തടയുന്നതിനായി സുരക്ഷ ഒരുക്കുന്നതിലെ നിർമ്മാണ കമ്പനിയുടെ നിസ്സംഗതയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. തട്ടുതിരിക്കലും സുരക്ഷയൊരുക്കലും അനന്തമായി നീളുന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 28 രാവിലെയാണ് വീരമലക്കുന്നിൽ നാടിനെ നടുക്കിയ മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞുവീണ മണ്ണ് ദേശീയപാതയ്ക്ക് മറുകര വരെ എത്തിയിരുന്നു. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി അന്ന് പ്രഖ്യാപിച്ച നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോഴേ മഴ പെയ്യുമ്പോൾ ഈ നാട്ടുകാർ മാത്രമല്ല, ഇതിലെ കൂടെ വാഹനയാത്ര ചെയ്യുന്ന ആൾക്കാരും കാൽനട യാത്രക്കാരും ഭീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇവർ കോൺക്രീറ്റ് ഭിത്തി ഇടിച്ച് പുറത്തേക്ക് മണ്ണ് തള്ളിയത്. ഒന്നും ചെറിയൊരു ഭാഗം മാത്രമേ തള്ളിയുള്ളൂ. അപ്പോൾ കാറ് തന്നെ തള്ളി അങ്ങോട്ട് കൊണ്ടുപോയി. ആ ഒരു അധ്യാപികയായിരുന്നു അത്. ആ ഒരു ഭാഗ്യം കൊണ്ട്, ആ ഒരു മനസാന്നിധ്യം കൊണ്ട് വണ്ടി പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെട്ടതാണ്. ഇതുപോലെ ഒരുപാട് ബസ്സുകളും മറ്റു വാഹനങ്ങൾ പോകുന്ന ഹൈവേ റോഡാണ് ഇത്. ഇനിയൊരു ദുരന്തം വന്നാൽ ഈ ഹൈവേ പൂർണ്ണമായും ബ്ലോക്കാവും. വലിയ ഒരു ദുരന്തത്തിലേക്ക് അത് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുന്നിൽ തട്ടുതിരിച്ച് സോയിൽ നെയിലിംഗും ഇരുമ്പുവലകൾ ഭൂവസ്ത്രമായി ഉറപ്പിച്ചു രാമച്ചം വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനായി 2.47 ഏക്കർ ഭൂമിയും അനുവദിച്ചു. കാലവർഷം എത്തുന്നതിനു മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകിയത്. മഴയെത്തിയിട്ടും പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. വീരമലയുടെ മുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും പതിവാണ്. മഴ ശക്തമായാൽ മുകളിൽ കൂട്ടിയിട്ട ഇളകിയ മണ്ണുൾപ്പെടെ താഴേക്ക് ഒഴുകിയെത്തും. വീരമലക്കുന്നിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് റാണിപുരത്ത് കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. 2 കാറുകളിലെത്തിയ കർണാടക സ്വദേശികളായ യുവാക്കളാണ് സാഹസിക യാത്ര നടത്തിയത്. കാറിന്റെ ഡോറിലിരുന്നായിരുന്നു യുവാക്കളുടെ യാത്ര. ദൃശ്യങ്ങൾ ഒരാൾ മൊബൈലിൽ പകർത്തി കൈമാറിയതോടെ രാജപുരം പോലീസ് നടപടിയെടുത്തു.
ജൂലൈ 10 അവകാശ ദിനം അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കരിദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജൂലൈ 10 അവകാശ ദിനം അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കരിദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, നിയമപരമായ മുഴുവൻ ആനുകൂല്യങ്ങളും നൽകുക, സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് മുഖ്യ തപാൽ ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്നുള്ള നല്ല അഭ്യസ്തവിദ്യരാ. IT രംഗത്ത് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ബിടെക് എടുത്തിട്ടുള്ള കുട്ടികളാണ്. അവരെയാണ് നിർഭയം പിരിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള കോറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനി, അവരും നിങ്ങളെപ്പോലെ പരോക്ഷമായി ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നവരാ. ആരോഗ്യ മേഖലയിലെ പലതരത്തിലുള്ള ഡാറ്റ കളക്ഷനും അതിന്റെ അനാലിസും ഒക്കെ നടത്തുന്ന ലോകോത്തരമായിട്ടുള്ള ഒരു കുത്തക കമ്പനിയാണ് കോറോ ഹെൽത്ത്. അതിന് കേരളത്തിൽ 2 ഓഫീസുകളാണുള്ളത്. അത് കൊച്ചിയിലെയും കോഴിക്കോട്ടെയും സൈബർ പാർക്കുകളിലാണ്, IT പാർക്കുകളിലാണ്. അവിടെയെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടർ സയൻസിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലുമെല്ലാം പ്രൊഫഷണൽ ബിരുദം നേടിയിട്ടുള്ള യുവതി യുവാക്കളാണ്, പ്രധാനമായിട്ടും യുവതികളാണ് ജോലി ചെയ്യുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP രാധാമണി അധ്യക്ഷത വഹിച്ചു. KV രാഗിണി, NT ലക്ഷ്മി, ഷോജ വിജയൻ, V സാവിത്രി, V ഉഷ, K ഭാർഗവി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P വസന്തകുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech.
കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാളികളായി മാറാൻ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകണമെന്ന് സന്ദീപ് വാര്യർ MLA ആഹ്വാനം ചെയ്തു. സംസ്ഥാന എക്സൈസ് വകുപ്പും ഹോസ്ദുർഗ് സർക്കിളും വിമുക്തി മിഷനും തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ നിയോജക മണ്ഡലം തല ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി കേരളീയ സമൂഹം ഒന്നാകെ ഏറ്റെടുത്തതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഈ മാതൃക സ്വീകരിക്കാൻ അധികൃതർ മുന്നോട്ട് വന്നിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ MLA പറഞ്ഞു. നിങ്ങൾ ഇവിടെ കണ്ടു തൂഫാൻ വാരിയേഴ്സ് എന്നുള്ള ഒരു ബാനർ കണ്ടു. സന്ദീപ് വാര്യറിലെ വാര്യരല്ല, തൂഫാൻ വാര്യർ. തൂഫാൻ വാരിയേഴ്സ് ആണ് നിങ്ങളൊക്കെ, പോരാളികളാണ്. ഈ യുദ്ധത്തിലെ ഈ നമ്മുടെ നാടിൻ്റെ പോരാളികളായിട്ട് നിങ്ങൾ വിദ്യാർത്ഥി സമൂഹം മാറേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിലെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനഞ്ചന്മാർക്കും അനിത്യമാർക്കും അതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. കാരണം ഇവിടുത്തെ കുട്ടികളെ പ്രത്യേകം ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസംഗിച്ചു. ഞങ്ങളുടെ കുട്ടികളൊക്കെ അതിരാവിലെ ആയിക്കഴിഞ്ഞാൽ പന്ത് കളിക്കുന്നവരാണ്, ഫുട്ബോൾ കളിക്കുന്നവരാണ്, കായിക മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികൾ മയക്കുമരുന്നിൽ നിന്നൊക്കെ കുറച്ച് അകന്നു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ സന്ദേശം കേരളത്തിന് മുഴുവൻ കൊടുക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിനു മുൻപ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സന്ദേശം നൽകുന്ന കലാപരിപാടികൾ അരങ്ങേറി. ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ P. അൻവർ സാദത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ KM സ്നേഹ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നെഗറ്റീവ് ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കവിതയും പ്രസംഗവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് മാപ്പിടിച്ചേരി, ഹോസ്ദുർഗ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K. ഷാജി, ഇൻസ്പെക്ടർ M. ദിനേശൻ, P. ഗോവിന്ദൻ, MA മുഹമ്മദ് കുഞ്ഞി, AB അബ്ദുള്ള മാസ്റ്റർ, ജാബിർ സഖാഫി എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CKV സുരേഷ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ഒപ്പ് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കൊളാഷ് പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മടിക്കൈ കീക്കാംകോട്ട് ന്യൂനിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി സൂര്യകാലടി ഗണപതി ഹോമം നടന്നു. 2 കൊമ്പുകളുള്ള ഗണപതിയുടെ നൂതന പ്രതിഷ്ഠ നടന്ന ജനകീയ കൂട്ടായ്മയിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കൈ കീക്കാംകോട്ട് നൂഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ബ്രഹ്മശ്രീ സൂര്യകാലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രങ്ങളിൽ അപൂർവമായി നടക്കുന്ന സൂര്യകാലടി ഗണപതി ഹോമം നടന്നു. 4 മണിക്കൂർ നീണ്ടുനിന്ന ഹോമത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അലങ്കാരപൂജ, ദന്തസമർപ്പണം, നാളികേരമുടക്കൽ, ദീപാരാധന, വിവിധ ഭജന സംഘങ്ങളുടെ ഭജന, അന്നദാനം തുടങ്ങിയ നിരവധി ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർഷിക മേഖല തകർച്ചയെ നേരിട്ടപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ താങ്ങും തണലുമായി നിന്നത് മത്സ്യമേഖലയിലൂടെയായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ MLA അഭിപ്രായപ്പെട്ടു. മുതിർന്ന മത്സ്യ കർഷകർക്കുള്ള ആദരവും ദേശീയ മത്സ്യ കർഷക ദിനാചരണവും ചെറുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
1957 ജൂലൈ 10 ഇന്ത്യയിൽ ആദ്യമായി പ്രേരിത പ്രജനനം വഴി മേജർ കാർപ്പ് മത്സ്യങ്ങളുടെ പ്രജനനം വിജയകരമായി നടത്തിയതിൻ്റെ സ്മരണയിലാണ് ദേശീയ മത്സ്യ കർഷക ദിനാചരണം നടന്നുവരുന്നത്. ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് കാസർഗോഡ് ജില്ലാതല ദിനാചരണ പരിപാടി നടന്നത്. ചെറുവത്തൂർ കോയാമ്പുറത്തെ PP ബാലകൃഷ്ണൻ, ആയിറ്റിയിലെ C ജനാർദ്ദനൻ, കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ തോമസ് ഒന്നറുക്കുന്നേൽ, ബേളൂരിലെ ബേബി ജോസഫ്, കുമ്പളയിലെ ജാഫർ സാദിഖ് തുടങ്ങി ജില്ലയിലെ മുതിർന്ന 5 മത്സ്യ കർഷകരെ സന്ദീപ് വാര്യർ MLA ആദരിച്ചു. നമ്മുടെ കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായി വലിയ പ്രയാസത്തിലകപ്പെട്ട സമയത്തും കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് താനും കലനുമായി നിൽക്കുന്ന മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരർഹിക്കുന്ന ഒരു പരിഗണന നമ്മുടെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്നാൽ പോലും പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാതെ വരിക. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഓൺലൈനായി ദേശീയ മത്സ്യ കർഷക ദിന സന്ദേശം നൽകി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MV ഷിജു, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CK ഷൈനി, അസിസ്റ്റന്റ് ഡയറക്ടർ K ശ്രീജേഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ N ഷിനാസ്, കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജർ ഷിംന ചന്ദ്രൻ, അരുണേന്ദു രാമകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 2025-26 വർഷത്തെ SSLC+2 LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് നടത്തി. മികച്ച വിജയം നേടിയ സ്കൂളിനും ജില്ലയ്ക്കും അഭിമാനമായി മാറിയ 53 വിദ്യാർത്ഥികളെയാണ് വിജയോത്സവം എന്ന പേരിൽ സ്കൂളിൽ നടത്തിയ പ്രത്യേക ചടങ്ങിൽ ആദരിച്ചത്. SSLC+2 LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. മികച്ച വിജയം നേടിയ സ്കൂളിനും ജില്ലയ്ക്കും അഭിമാനമായി മാറിയ 53 വിദ്യാർത്ഥികളെയാണ് വിജയോത്സവം എന്ന പേരിൽ സ്കൂളിൽ നടത്തിയ പ്രത്യേക ചടങ്ങിൽ ആദരിച്ചത്. കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്ത കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. സാധനത്തെ ഉപകാരത്തെ എല്ലാം വിലയിരുത്തേണ്ടത് മറിച്ച് ഇത്രയും ആളുകളെ മുമ്പ് വെച്ച് നിങ്ങളുടെ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാം മുമ്പ് വെച്ച് നിങ്ങൾ നേടിയ വിജയത്തെ നമ്മളെല്ലാവരും കൂടി അംഗീകരിക്കുകയാണ്, നിങ്ങൾ ചേർത്ത് പിടിക്കുക. കാഞ്ഞങ്ങാട് DYSP KP സുരേഷ് ബാബു മുഖ്യ അതിഥിയായി. PTA പ്രസിഡന്റ് P ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ PV ചന്ദ്രൻ, SMC ചെയർമാൻ CK അഷ്റഫ്, വികസന സമിതി ചെയർമാൻ MK റഷീദ്, മദർ PTA പ്രസിഡന്റ് ഫാത്തിമത്ത് നൌഷിബ, ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് KV സജിത, ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് രാജേഷ് ഓൾനടിയൻ, ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി N സദാശിവൻ, ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി K രമ്യ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ AV സുരേഷ് ബാബു സ്വാഗതവും ഹെഡ്മാസ്റ്റർ ഇൻചാർജ് P സംഗീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. Mansoor Hospital and School of Nursing, Kanjangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്.
വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. GHSS ചന്ദ്രഗിരി സ്കൂളിൽ വർണ്ണങ്ങളുടെ വസന്തമൊരുക്കിക്കൊണ്ട് നിസർഗ ഏകദിന ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. പ്രകൃതിയുടെ മനോഹാരിത ക്യാൻവാസിൽ ദൃശ്യവിസ്മയം പകർന്ന നിസർഗ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം പകർന്നു. ഉദുമ MLA K നീലകണ്ഠൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വർണ്ണക്കാഴ്ചകളുമായി GHSS ചന്ദ്രഗിരിയിൽ നിസർഗ ഏകദിന ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂളിലെ ഡ്രോയിംഗ് അധ്യാപകൻ MG ഹരിചന്ദ്രന്റെ നേതൃത്വത്തിലാണ് മനോഹരമായ ഈ ചിത്ര പ്രദർശനം ഒരുക്കിയത്. ഏകദേശം ഞാൻ വരച്ച ഒരു 100ഓളം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രകൃതിയെ നിരീക്ഷിച്ച് കുട്ടികളുടെ മനസ്സിലേക്ക് ഉന്മേഷം അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രകൃതി നിരീക്ഷിച്ചുള്ള ചിത്രങ്ങളാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്. അതുകൂടാതെ കുട്ടികൾ വരച്ച ലഹരിക്കെതിരെയുള്ള കുറേ ചിത്രങ്ങളും കൂടി പ്രദർശിപ്പിക്കുന്നു ഇന്ന്. അത് കുട്ടികളുടെ ലഹരിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലേക്ക് തട്ടാൻ വേണ്ടിയാണ് ആ ചിത്രം കൂടി. അപ്പോൾ പ്രകൃതിയെ നിരീക്ഷിച്ച് ഉള്ള അവർക്ക് മനസ്സിന് ഉന്മേഷം നൽകാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ അധ്യയന വർഷം 2026-27 വർഷത്തെ ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ് ഇന്ന് ഈ ചിത്രപ്രദർശനം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെയും സന്ദേശം സമൂഹത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ ചിത്ര പ്രദർശനം പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ കൊണ്ട് വിസ്മയം പകരുന്നതായി. ക്യാൻവാസിൽ ദൃശ്യവിസ്മയം പകർന്ന നിസർഗ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം പകർന്നു. ഉദുമ MLA K നീലകണ്ഠൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രഗിരി സ്കൂളിൻ്റെ ഡ്രോയിങ് മാസ്റ്റർ ശ്രീ ഹരിശ്ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യങ്ങൾ അത് വരച്ച് കാണിച്ചുകൊണ്ട് നടത്തിയ ഈ ചിത്ര പ്രദർശനം, അതോടൊപ്പം തന്നെ കുട്ടികളുടെയും നേതൃത്വത്തിൽ ഇതിലും ഒരു കലാ ആസ്വാദകൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്നത്തെ പ്രത്യേക ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ എന്ന രാസലഹരി മയക്കുമരുന്നിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചിത്രം വരച്ചു കാണിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് നാളെ നമ്മുടെ ഭാവി തലമുറകൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
ഹെഡ്മാസ്റ്റർ രാധാകൃഷ്ണ ആർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, PTA പ്രസിഡന്റ് മുഹമ്മദ് കോളിയടുക്കം, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് ചിത്ര പ്രദർശനം സന്ദർശിച്ചു. നമ്മുടെ സർക്കാരിൻ്റെ തൂഫാൻ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ കുറേ സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഒരു പ്രദർശനത്തിന് വേണ്ടി നിസർഗ എന്നൊരു പരിപാടി ചിത്ര പ്രദർശനം നമ്മളിവിടെ സ്കൂളിൽ ഇപ്രാവശ്യം ഇത്രയും പെട്ടെന്ന് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ആർട്ട് മാഷ് ഹരിശ്ചന്ദ്ര മാഷാണ്. നമ്മുടെ ചന്ദ്രഗിരി സ്കൂളിൽ നമ്മുടെ ഹരിചന്ദ്രൻ മാഷ് വരച്ച ചിത്രമാണിത്. ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല രീതിയിലാണ് മാഷ് ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഹരിചന്ദ്രൻ മാഷ് നമ്മളെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 15ാം വാർഡിലത്തെ നമ്മളെ വോട്ടറും കൂടിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും മാഷിന് ഇതുപോലെ നല്ലൊരു ചിത്രകാരനാവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നിസർഗ ചിത്ര പ്രദർശനം നമ്മുടെ സ്കൂളിലെ ഡ്രോയിങ് മാഷ് ശ്രീ ഹരിചന്ദ്രൻ മാഷിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു ചിത്ര പ്രദർശന പരിപാടി ഇവിടെ നടക്കുന്നത്. പ്രകൃതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ അതിന് പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം ചിത്രങ്ങളിലൂടെ മനോഹരമായി അവതരിപ്പിച്ച പ്രദർശനം സന്ദർശകരുടെ ശ്രദ്ധ നേടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മെഡോണ AUP സ്കൂളിന് എന്നെ നെല്ലിക്കുന്ന് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം CM കിഡ്സ് സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദനവും നൽകി. കാസർഗോഡ് മെഡോണ AUP സ്കൂളിന് എന്നെ നെല്ലിക്കുന്ന് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനവും CM കിഡ്സ് സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഉദ്ഘാടനം ചെയ്തു. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പണി പൂർത്തിയായിരുന്നെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് മറ്റാരും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കെട്ടിടം കോൺട്രാക്ട് കുറച്ച് ലേറ്റാക്കിയതുകൊണ്ടാണ് ഞാനൊരു ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് അതിനുണ്ടായി എന്നല്ല, പൂർത്തീകരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആള് ഉദ്ഘാടനം ചെയ്യുന്ന സംവിധാനമാണ് നിലവിലുള്ളത് എന്നതുകൊണ്ടാണ് ഇന്നലെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ എനിക്കതിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വലിയൊരു മുട്ടമായി തോന്നി. അപ്പോൾ അതേപോലെയാണ് ഇന്ന് സ്കൂളിൻ്റെ ഈ കിച്ചൺ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. എന്നിരുന്നാലും അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാന്യനായ നെല്ലിക്കുന്ന് സാഹിബായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇനി അത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. മുനി MLA എന്നെ നെല്ലിക്കുന്ന് മുഖ്യാതിഥിയായിരുന്നു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് AC മരിയ ജസീന, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NR വിദ്യാശ്രീ, വാർഡ് കൗൺസിലർ മഫീന ഹനീഫ്, AEO ഓഫീസിലെ ന്യൂൺമിൽ ഓഫീസർ KV സച്ചിൻ, സ്കൂൾ ലോക്കൽ മാനേജർ AC ലിസി, സാമൂഹ്യ പ്രവർത്തക സുലൈഖ മാഹിൻ, PTA പ്രസിഡന്റ് ആമീൻ തെരുവത്ത്, MPTA പ്രസിഡന്റ് VV പ്രിയ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക AC ശോഭിത സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ബിജി ജേക്കബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മടിക്കയിൽ KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. പുല്ലൂർ മധുരമ്പാടി സ്വദേശി ഭരതനാണ് മരിച്ചത്. മടിക്കൈ കണിച്ചിറയിലാണ് അപകടം നടന്നത്. കാസർഗോഡ് കുമ്പള മൊഗ്രാലിൽ യുവാവിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്.
ദുരന്തഭീതിയിൽ കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന്. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും ചെറുവത്തൂരിന്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുകയാണ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. കാസർഗോഡ് റാണിപുരത്ത് കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. 2 കാറുകളിലെത്തിയ കർണാടക സ്വദേശികളായ യുവാക്കളാണ് സാഹസിക യാത്ര നടത്തിയത്. കാറിന്റെ ഡോറിലിരുന്നായിരുന്നു യുവാക്കളുടെ യാത്ര. ജൂലൈ 10 അവകാശ ദിനം അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കരിദിനമായി ആചരിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാളികളായി മാറാൻ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകണമെന്ന് സന്ദീപ് വാര്യർ MLA ആഹ്വാനം ചെയ്തു. മടിക്കൈ കീക്കാംകോട്ട് ന്യൂനിയിൽ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി സൂര്യകാലടി ഗണപതി ഹോമം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.